ഈ സമരം ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് അവസാനിക്കുന്നത്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, അദ്ദേഹം സംസാരിക്കും. വളരെ ഗൗരവമുള്ള വിദ്യാർത്ഥി വിഷയം ഉയർത്തി ആ കുട്ടിയുടെ മരണത്തെ തുടർന്നാണ് ഈ സമരം വലിയ ജനകീയ ശ്രദ്ധയിലേക്ക് കേരളത്തിലാകെ എത്തുന്നത്. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ SFIയും KSUവും ഉൾപ്പെടെയുള്ള ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘടനകൾ ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളെയും കൂട്ടിച്ചേർത്താണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ആ സമരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികളോട് ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതിരുന്ന ഇവിടുത്തെ അധികാരികൾ അതിന് തയ്യാറായത് എന്ന് നിങ്ങളെല്ലാവരും കണ്ടു. ഏതാണ്ട് 2 മണിക്കൂറോളം ആ ചർച്ച നീണ്ടുനിന്നു. വിദ്യാർത്ഥികളുടെ എല്ലാ ആവശ്യങ്ങളും ആ ചർച്ചയ്ക്കകത്ത് ഉന്നയിക്കപ്പെട്ടു. ആ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം നിലപാട് സ്വീകരിക്കാം എന്നാണ് ഇപ്പോൾ മാനേജ്മെന്റ് ഉറപ്പ് തന്നിരിക്കുന്നത്. ഇപ്പോൾ 4000 കിലോമീറ്റർ ദൂരെ നിന്ന് ഇവിടെ പഠിക്കാൻ എത്തിയൊരു കുട്ടിയുടെ ജീവനാണ് നമുക്ക് കേരളത്തിന് എന്ന് തന്നെ ഞങ്ങൾ പറയും, കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് വിലമതിക്കാനാവാത്ത ജീവനാണ്. ഒരു ജീവിതവും പ്രതീക്ഷയും എല്ലാം പങ്കുവെച്ചാണ് ആ കുട്ടി കേരളത്തിലേക്ക് എത്തിയത്. ആ കുട്ടിയുടെ ജീവിതവും പ്രതീക്ഷയും അസ്തമിച്ചതുകൊണ്ടാണ് ആ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതിനെ ഒരിക്കലും ഒന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ ഇവിടെ ആർക്കും സാധിക്കില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ അധികാരികൾക്കുണ്ട് എന്ന് ഈ ചർച്ചയുടെ ഭാഗമായി ഞങ്ങൾ എല്ലാവരും അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാർ അത്തന്യൂസ് കോളേജ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. അത്തന്യൂസ് തിരുമേനിയെ പോലെ വിശുദ്ധനായൊരു മനുഷ്യന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അതിന്റെ ഔന്നിത്യം ഉയർത്തിപ്പിടിക്കണം എന്ന് അവരുടെ മാനേജ്മെന്റ് ഞങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൈവം തന്നെ സ്നേഹത്തെ പറ്റിയാണല്ലോ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ദൈവം സ്നേഹമാണ്. ആ സ്നേഹവും പ്രത്യാശയുമാണ് ഒരു കുട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ സ്നേഹവും പ്രത്യാശയും ഇനിയുള്ള കുട്ടികൾക്ക് ഉറപ്പുവരുത്തണമെന്നതാണ് ഈ ചർച്ചയിൽ ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. സ്നേഹവും പ്രത്യാശയും നഷ്ടപ്പെട്ട് ഒരു കുട്ടി പോലും ഈ മാനേജ്മെന്റിൽ നിന്ന് ഇനി പോകാൻ പാടില്ല എന്ന് അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെച്ച ആവശ്യങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനമായി നിങ്ങളോട് പറയാനുള്ളത്. ഈ വെച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഇപ്പോൾ 2 കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളുടെ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലാണ് ഇവിടുത്തെ മാനേജ്മെന്റ് ഉറപ്പ് തന്നിരിക്കുന്നത്. ആ പറഞ്ഞ വാക്കിൽ നിന്ന് ഇവിടുത്തെ കുട്ടികൾ കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പം മാനേജ്മെന്റ് ഇവിടുത്തെ വിദ്യാർത്ഥി പ്രതിനിധികളോടും SFIയുടെയും KSUവിന്റെയും നേതാക്കന്മാരോടും നടത്തിയിരിക്കുന്ന ഈ ചർച്ചയിൽ ഉറപ്പു തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരാവശ്യത്തിൽ നിന്ന് അന്യായമായി പിറകോട്ട് പോയാൽ അതിശക്തമായി തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ അതിനോട് പ്രതികരിക്കും. അതിശക്തമായി തന്നെ അതിൽ നിലപാട് സ്വീകരിക്കും. ഒരു സംശയം വേണ്ട. ഈ വിദ്യാർത്ഥികൾക്ക് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞങ്ങൾ ഉറപ്പു തരികയാണ്. ഏതെങ്കിലും ഒരു ആവശ്യം ഇവിടെ ഉന്നയിക്കപ്പെട്ടതിൽ നിന്ന് ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ നിന്ന് ഇവിടുത്തെ മാനേജ്മെന്റ് പുറകോട്ട് പോകാൻ തയ്യാറായാൽ ഈ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവരെക്കാൾ ആവേശത്തിൽ ഈ സമരത്തിന് മുന്നിൽ ഞങ്ങൾ ഉണ്ടാകും എന്നുകൂടി ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഉറപ്പു തരികയാണ്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടി നിങ്ങളോട് സംസാരിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തില് ഒരു ക്യാമ്പസിലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് MA കോളേജിൽ ഉണ്ടായത്. നമ്മുടെ എല്ലാം കൂടെ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന ഒരു വിദ്യാർത്ഥി മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹപാഠികളെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് യാതൊരു രീതിയിലേക്കും അംഗീകരിക്കാൻ സാധിക്കില്ല. വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലെല്ലാം ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്നുണ്ട്. സർക്കാർ അവരുടേതായിട്ടുള്ള ഭാഗത്തുനിന്നുള്ള ഇടപെടലുകളെല്ലാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ MA എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനമായിരുന്നു ആദ്യം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെങ്കിൽ അതിനുശേഷം SFIയും KSUവും MSFും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും എല്ലാം ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെല്ലാം ഒറ്റ മനസ്സായി ഇവിടെ സമരത്തിലേക്ക് കടന്നു വരികയും ഈ മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ മുൻപിലേക്ക് കടന്നു വന്ന് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതിനോട് അവർ അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ച് 2 മണിക്കൂറോളം വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായിട്ടുള്ള ആശങ്കകൾ അവർ പങ്കുവച്ചു. 12 ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഈ മാധ്യമങ്ങൾ ഇവിടുത്തെ മാനേജ്മെന്റിന്റെ മുൻപിൽ സമർപ്പിച്ചത്. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമെന്നും ഇന്റേണൽസ് കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിച്ചുകൊണ്ട് ഈ വിഷയങ്ങൾക്കെല്ലാം ഒരു കൃത്യമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുമെന്നും കേരളത്തിന്റെ വിദ്യാർത്ഥി സംഘടനകളുടെ മുന്നിൽ ഇവിടുത്തെ മാനേജ്മെന്റ് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി മാത്രം ഈ സമരം അവസാനിക്കുന്നതായി ഇവിടുത്തെ വിദ്യാർത്ഥി പ്രതിനിധികൾ, ഈ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ അടുത്തും മുഴുവൻ മാനേജ്മെന്റുകളുടെ അടുത്തും മറ്റ് അധികാരികളുടെ അടുത്തും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് മുൻപിൽ ഏത് അധികാരികൾ നിന്ന് കഴിഞ്ഞാലും
ഏത് മാനേജ്മെൻറ്റ് നിന്ന് കഴിഞ്ഞാലും അവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വിദ്യാർത്ഥികളുടെ ശബ്ദമായി നിൽക്കാൻ ഞങ്ങളെല്ലാം ഉണ്ടാകും. അതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെയുണ്ട്, MSFന്റെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, KSUവിൻ്റെ മറ്റ് സംസ്ഥാന ഭാരവാഹികളുണ്ട്, ഈ ക്യാമ്പസിലെ രാഷ്ട്രീയമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളുമുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ സമരത്തിന് ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഈ വിദ്യാർത്ഥികളാണ് സമരം നയിച്ചത്. ആ സമരത്തിന് ഞങ്ങൾ ഒപ്പം നിന്ന് അവരോടൊപ്പം ആണ് ഞങ്ങൾ ഇവിടെ നിന്നത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് അതിൽ ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള അവരുടെ ചർച്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ അവരുടെ ഇന്റേണൽസ് കമ്മിറ്റി അന്വേഷണത്തിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് കാണാം എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്.